നമസ്കാരം. മലയാളി വാർത്താ ടീം ഇപ്പോൾ നിൽക്കുന്നത് ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലാണ്. ഇതുവരെ ദേവേന്ദുവിൻ്റെ മരണത്തിലെ ദുരൂഹത, അതിൻ്റെ ചുരുൾ ഇതുവരെ അഴിഞ്ഞിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നും ദേവിദാസൻ, ശംഖുമുഖം ദേവിദാസൻ എന്ന പൂജാരിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഏറെ നേരം ചോദ്യം ചെയ്തതിന് ശേഷം ദേവിദാസനെ വിട്ടയച്ചിരുന്നു. എന്നാൽ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു ദേവിദാസൻ ഉണ്ടായിരുന്നത്. ഇപ്പോഴും വലിയ രീതിയിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഈ കേസിൽ പോലീസിന് വളരെ വലിയ രീതിയിൽ വെല്ലുവിളിയാകുന്നത്, കൃത്യം ചെയ്തു എന്ന് ഹരികുമാർ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ മോട്ടീവ് എന്താണ്, എങ്ങനെയാണ് കൊലപാതകം നടത്തിയത്, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ഹരികുമാർ പോലീസിനോട് പറയുന്നില്ല. നിങ്ങൾ തന്നെ പോയി അന്വേഷിച്ച് കണ്ടെത്തിക്കോളൂ എന്നുള്ള ഒരു നിലപാടാണ് ഹരികുമാർ ഇപ്പോഴും സ്വീകരിക്കുന്നത്. മറ്റൊരു വിഷയം, ദേവേന്ദുവിൻ്റെ അമ്മ ശ്രീതു ഇപ്പോഴും പൂജപ്പുരയിലെ വനിതാ സെല്ലിലാണ് ഉള്ളത്. അവരും ഈ വിഷയത്തിൽ പോലീസിനെ അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള നീക്കമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ വിവരങ്ങൾ പോലീസിന് കൈമാറാതെ ഹരികുമാർ തന്നെയാണ് കുറ്റക്കാരൻ എന്ന് ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് ശ്രീതുവിൻ്റെയും മൊഴി ഇപ്പോഴുള്ളത്. ഹരികുമാർ ആകട്ടെ താനാണ് കുറ്റം ചെയ്തത് എന്ന് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ എന്തിന് കൊലപ്പെടുത്തി, എന്താണ് കാരണം എന്നൊന്നും തന്നെ വ്യക്തമാക്കുന്നില്ല. ഇതിലേക്കാണ് അന്ധവിശ്വാസത്തിൻ്റെ ചില എലമെൻ്റ് കൂടി വരുന്നത്. അതായത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഇളയ കുട്ടി ഉണ്ടായതിന് ശേഷമാണ് ആ കുടുംബത്തിൽ കടങ്ങൾ ഉണ്ടായത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ മറ്റൊരു വിവരം കൂടി ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്, ഈ നാട്ടുകാരിൽ പലരും ഇപ്പോഴും ഹരികുമാറിനെ സംശയിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അവർ എല്ലാവരും തന്നെ പറയുന്നത് ശ്രീതുവിനാണ് ഇതിലെന്തോ പങ്കുള്ളത്, ശ്രീതു തന്നെയാണ് ഈ കുറ്റം ചെയ്തിരിക്കുന്നത്, ഹരികുമാർ അത്തരത്തിൽ ഒരാളല്ല എന്ന് തന്നെ നാട്ടുകാരും അതുപോലെ തന്നെ ബന്ധുക്കളും ആവർത്തിച്ച് പറയുകയാണ്. ഇതോടുകൂടി പോലീസിന് ഇതിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണ്. കൃത്യമായ ഒരു തെളിവ്, അല്ലെങ്കിൽ ശ്രീതുവിലേക്ക് എത്താനുള്ള ഒരു തെളിവ് പോലീസിന് ലഭിക്കണം ഈ ഘട്ടത്തിൽ. ഹരികുമാർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും പോലീസിനോട് ഇപ്പോഴും ചില ധാർഷ്ട്യത്തോടെയുള്ള നിലപാടുകളാണ് ഹരികുമാർ സ്വീകരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നാട്ടുകാരും പറയുന്നത് ശ്രീതു തന്നെ ഈ കൊലപാതകം ചെയ്തിട്ട് ഹരികുമാർ അത് ഏറ്റെടുത്തതാകാനാണ് സാധ്യത എന്ന് തന്നെയാണ്. ശ്രീതുവുമായി ബന്ധപ്പെട്ട് വലിയ നിഗൂഢതകൾ മറഞ്ഞിരിക്കുന്നുവെന്ന് ശ്രീതുവിൻ്റെ ബന്ധുക്കൾ പറയുന്നു. ശ്രീതുവിന് ആരോ വലിയ രീതിയിൽ പണം നൽകി സഹായിക്കുന്നുണ്ട്. അതാരാണ്, ഇതിന് പിന്നിൽ ഏതെങ്കിലും ഒരു റാക്കറ്റ് ഉണ്ടോ, അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ തന്നെയാണ് ശ്രീതുവിൻ്റെ ബന്ധുക്കൾ പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ വീട്ടുകാർ പോലും അറിയാതെ ശ്രീതുവിൻ്റെ കയ്യിലേക്ക് ഇത്രത്തോളം പണം എവിടെ നിന്ന് വന്നു, കടം വാങ്ങിയതാണ് എന്ന് പറയുന്നു. എന്നാൽ ഇത്രത്തോളം വലിയ തുക ശ്രീതുവിന് ആരാണ് കടം നൽകിയത്? അപ്പോൾ അവരിലേക്കൊക്കെ ഈ അന്വേഷണം എത്തുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്നാൽ ശ്രീതുവിന് എന്തായാലും കടം നൽകി സഹായിച്ചവർ ആരും തന്നെ ഇനിയിപ്പോൾ അത് സമ്മതിക്കാൻ തയ്യാറല്ലാത്ത ഒരു സ്ഥിതിയും ഉണ്ടാകും. കാരണം ഇതൊരു വലിയ കേസായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ കേസിൻ്റെ ഭാഗമാകുമോ എന്നുള്ള ഭയം കാരണം ഇനിയിപ്പോൾ ശ്രീതുവിന് കടം നൽകിയവരൊക്കെ അതിന് സമ്മതിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ചോദ്യവും ഉണ്ട്. അങ്ങനെ ശ്രീതുവിൻ്റെ ഈ സാമ്പത്തിക ഇടപാടുകൾ ഇപ്പോൾ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഇത്രത്തോളം സാമ്പത്തിക സഹായങ്ങൾ ആരാണ് ശ്രീതുവിന് നൽകിയത്? ഇത്തരമൊരു ചോദ്യം ഉയരുന്ന ഘട്ടത്തിലാണ് ശ്രീതുവിനെ സഹായിക്കാൻ ഒരാളുണ്ടോ എന്നുള്ള ചോദ്യം ശക്തമാകുന്നതും. അങ്ങനെയാണെങ്കിൽ കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക് കൂടി എത്തുകയാണ്. ഈ കേസിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? ഹരികുമാർ എന്തായാലും താൻ കുറ്റവാളിയാണ്, താൻ അങ്ങനെ കൃത്യം ചെയ്തു എന്ന് ഹരികുമാർ പറയുന്നുണ്ടെങ്കിലും മറ്റു കാര്യങ്ങളിലൊന്നും വ്യക്തമായ ഒരു മറുപടി കൊടുക്കാൻ ഹരികുമാറിന് സാധിച്ചിട്ടില്ല. പോലീസ് ഇപ്പോഴും ശ്രമിക്കുന്നത് ഈ കേസിലേക്ക് ശ്രീതുവിൻ്റെ പങ്ക് എന്താണ് എന്ന് കണ്ടെത്താൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് ഒരു വിലങ്ങുതടിയായി നിൽക്കുന്നത് ഹരികുമാറിൻ്റെ ഈ മൊഴിയാണ്. ഞാനാണ് കൊലപാതകം ചെയ്തത് എന്നുള്ള ഹരികുമാറിൻ്റെ മൊഴി. പക്ഷേ അന്ന് ആ വീട്ടിൽ നടന്ന കാര്യങ്ങളും കിണറ്റിൽ നിന്ന് കുഞ്ഞിനെ എടുക്കുന്നത് വരെയുള്ള ഓരോ ഘട്ടത്തിലും ശ്രീതുവിനെ സംശയിക്കാൻ കാരണങ്ങൾ ഒരുപാടാണ്. ഇനിയിപ്പോൾ ശാസ്ത്രീയമായ തെളിവുകളാണ് പോലീസിന് ഈ ഘട്ടത്തിൽ നിർണായകമാകുന്നത്. ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്താനുള്ള നീക്കമാണ് പോലീസും നടത്തുന്നത്.
അങ്ങനെയാണെങ്കിൽ ശ്രീതുവിന് ഈ കേസിൽ ഉള്ള പങ്ക് വ്യക്തമായി പുറത്തേക്ക് വരും. ഇതിൽ അന്ധവിശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകളുടെയും ഒക്കെ അപ്പുറം മറ്റെന്തോ ഒന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായി നിൽക്കുന്നത്.